എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്യൂട്ടി ടിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ആരോഗ്യം പ്ലസ് സൗന്ദര്യം. നല്ല രീതിയിൽ നല്ല കളർ വെക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരിലോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതുമാണ്. അന്നേരം നമ്മളിന്ന് 3 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഞാൻ 100 രൂപയുടെ പച്ചക്കറി വാങ്ങിച്ചപ്പോൾ അതിൽ കിട്ടിയതാണ് ഈ 3 ബീട്രൂട്ട് കേട്ടോ. അന്നേരം ഈ ഒരു ബീട്രൂട്ട് കൊണ്ടിട്ട് നമ്മൾ അതിനെ ഒന്ന് തോലൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. എന്നിട്ട് നമ്മളിതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. കാരണം നല്ല കളറുള്ള ബീട്രൂട്ടാണ് കേട്ടോ. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല കളറുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് വേണം തിരഞ്ഞെടുക്കാനും വേണ്ടി. നമ്മളിതുപോലെ ഒരു തുണിക്കകത്തിട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് മാക്സിമം നീര് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. 3 ബീട്രൂട്ട് തന്നെ ധാരാളം. എന്നിട്ട് ഒരുപാടൊക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ചേറെ ബീട്രൂട്ട് എടുക്കാവുന്നതാണ്. വലിയ പൈസ മുടക്കാണ്ട് നമുക്ക് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കളറൊക്കെ നല്ല പോലെ നിലവിലുള്ള കളറിനെക്കാട്ടിൽ ഒരു 2-3 ഷെയ്ഡൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കൂട്ടി വരാനും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നമുക്ക് സ്കിന്നിനും അതുപോലെ ഹെയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബീട്രൂട്ട് കേട്ടോ. കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഇതുപോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും. കാരണം നമ്മൾ നല്ല പോലെ ആ ഒരു നീര് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത്രത്തോളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ നീരിനെ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുകയാണ്. ഈ നീരിൻ്റെ കൂടെ നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിനെ അടപ്പ് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കട്ടെ. നമുക്ക് പിന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവർ ഞാനൊരു ബൗളിനകത്തോട്ട് ഒരു കുഞ്ഞു സ്പൂൺ എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വന്നത് നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കോൺഫ്ലവറും ഈ ഒരു ബീട്രൂട്ടിൻ്റെ നീരും കൂടെ നല്ലപോലെ ഒട്ടും കെട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അന്നേരം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അന്നേരം ഇത് മിക്സ് ചെയ്യുമ്പോഴും ഇത് ഒഴിക്കുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കട്ട കെട്ടിപ്പോവാൻ പെട്ടെന്ന് സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ഇതൊന്ന് ചെയ്താൽ മതി. തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബീട്രൂട്ടിൻ്റെ നീരിലോട്ട് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ കലക്കിയിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ടാണ്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് വറ്റിച്ചെടുക്കാം. അതിന് തന്നെ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ഒരു കളറ് തന്നെ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. നമ്മൾ വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ബീട്രൂട്ടിൻ്റെ നീര് മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു കട്ട കെട്ടി പോവുകയാണെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് അരിച്ചെടുത്താലും മതി. ഫ്ലാക്സ് സീഡ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്നതിനൊക്കെ നമുക്ക് ഏജ് അധികം തോന്നിക്കാതിരിക്കാൻ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ബീട്രൂട്ടാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ആണെങ്കിലും. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ അതിനൊരു ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സീഡൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ജെല്ലി രീതിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ജെല്ലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബീട്രൂട്ടും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ക്രീം രീതിയിലുള്ളതും ഇവ രണ്ടും കൂടെ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ കൈകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല പോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ലേശം റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇവ 3 കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ നല്ലൊരു ക്രീമായിട്ട് കിട്ടും. ഈ ഒരു ക്രീം നമുക്ക് മുഖമൊക്കെ നല്ലപോലെ സോപ്പാണോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് മുഖത്ത് തേച്ചിട്ട് കുറച്ച് നേരത്തിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. നന്നായിട്ട് നമ്മുടെ ആ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ നമ്മുടെ അധികം പ്രായം തോന്നിക്കാത്ത രീതിയിൽ നമുക്ക് നിലവിലുള്ള പ്രായത്തെക്കാട്ടി 5-6 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സോളം കുറഞ്ഞ് കിട്ടാനും വേണ്ടി ഉപയോഗപ്രദമാകുന്നൊരു ക്രീം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമെങ്കിലും അതൊക്കെ പെർമനൻ്റായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇതൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിനെ നമുക്ക് ഇതുപോലെ
കുഞ്ഞി ഡപ്പയിലായിട്ട് നമുക്കിതിങ്ങനെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അന്നേരം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വരെ കേടാവാണ്ടിരിക്കും. അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അന്നേരം നമ്മുടെ മുഖമൊക്കെ നല്ലപോലെ കഴുകി ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം ഇത് രാത്രി തേച്ചിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും മതി. നമുക്ക് നിലവിലുള്ള പ്രായത്തെക്കാട്ടി കുറച്ച് പ്രായം കുറഞ്ഞ് തോന്നിക്കുകയും ചെയ്യും. ചുളിവുകൾ മാറുകയും ചെയ്യും. കരിവാളിപ്പൊക്കെ മാറാനും പറ്റിയ നല്ലൊരു കിടിലൻ ക്രീമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വലിയ പൈസ മുടക്കമൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഫ്ലാക്സ് സീഡൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ വാങ്ങിക്കാറുള്ളൊരു കാര്യമാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ബാക്കിയുള്ള നീരിൽ നിന്നും അതിനെ രണ്ടായിട്ട് പതുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട്. മറ്റു ഭാഗം കുറച്ച് മാത്രം മാറ്റിയും വെക്കുന്നുണ്ട്. അതിനെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്രീമാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ തയ്യാറാക്കുന്നത് വെച്ചാൽ നാച്ചുറലായിട്ടുള്ളൊരു ബീട്രൂട്ട് വെച്ചിട്ടുള്ളൊരു ലിപ് ബാമാണ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിലും പറയട്ടെ. നല്ല ഡാർക്ക് കളറാണ്. അന്നേരം അത് നല്ല പോലെ വറ്റി വരണം. വറ്റി വന്നതിലേക്ക് വാസലിനാണ് ചേർത്ത് കൊടുക്കുന്നത്. വാസലിൻ നമ്മൾ ചെറിയ 10 രൂപയുടെ കുഞ്ഞ് ഡപ്പയിൽ കിട്ടും കേട്ടോ. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ ചൂടോടാണെങ്കിൽ പെട്ടെന്ന് അത് മിക്സ് ആവും. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ 1 2 നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇവ മൂന്നും കൂടെ വെറും 3 ചേരുവകളേ ഉള്ളൂ. വാസലിൻ, വൈറ്റമിൻ ഇ, ബീട്രൂട്ടിൻ്റെ നീര് വറ്റിച്ചെടുത്തിരിക്കുന്നത്. 3 വെച്ചിട്ടാണ് നമ്മൾ ലിപ് ബാം തയ്യാറാക്കുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് വേറെ യാതൊരു വിധമായ കെമിക്കൽസോ അങ്ങനത്തുള്ള സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്ത ഒരു ലിപ് ബാമാണ് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം അതിനെ നമുക്കൊരു സെയിം വാസലിൻ്റെ ഒരു ടിന്നിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കുറച്ച് സമയത്തിന് ശേഷം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ല കട്ടിക്കിരിക്കും. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ബീട്രൂട്ടിൻ്റെ നീരിലേക്ക് തൈര്, അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. ഇവ മൂന്നും കൂടെ ചേർത്തിട്ട് നല്ലൊരു പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന 3 കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ. നമുക്ക് തേച്ചിട്ട് കഴുകി കളയുമ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ നിലവിലുള്ള സ്കിന്നിൻ്റെ കളറിനെക്കാട്ടിൽ ഒരു 2-3 ഷെയ്ഡും കൂടെ നമുക്ക് മാറ്റം വരുന്നതായിട്ട് കാണാം. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും സ്കിന്ന്. ഇതിപ്പോൾ നമ്മൾ എന്ത് തേക്കുന്നതിന് മുമ്പും മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കി പറ്റുമെങ്കിൽ ഒന്ന് ആവി കൊള്ളിപ്പിക്കണം. അതിനുശേഷം ഇതുപോലുള്ള പാക്കുകൾ ഇട്ടിട്ട് ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം അത് നല്ലപോലെ ഒരു 10-20 മിനിറ്റിന് ശേഷം കഴുകി കളയാം. നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ കളർ കുറച്ചും കൂടെ 1-2 ഷെയ്ഡ് വർദ്ധിച്ചതായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ലിപ് ബാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തത്. അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. അന്നേരം നല്ലൊരു കളറാണ് കേട്ടോ ലിപ് ബാമിൻ്റെ കളറ്. എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് ഡാർക്കല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, ഒത്തിരി അങ്ങ് ഡാർക്ക് എല്ലാവരും ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അത് നല്ലൊരു കളറാണ്. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ലിബിനാണെങ്കിലൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു ക്രീമും ലിപ് ബാമും അതുപോലെ തന്നെ നല്ലൊരു പാക്കുമാണെന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം വലിയ മുതൽ മുടക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.